ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇതുപോലെ ഒരു പണി എനിക്ക് കിട്ടുന്നുള്ളത്. വേറൊന്നല്ല, കറക്റ്റ് സമയത്ത് അടിച്ച അലാറം 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഓഫ് ചെയ്തിട്ട് കിടന്ന് തുടങ്ങിയത്. 9 മണിക്കാണ് എന്റെ ഓഫീസ് ടൈം. പക്ഷെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 9 മണി കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ ഞാൻ എന്റെ ബെഡ് സ്പേസും കൂട്ടുകാരും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദഫ്സേന്ന് കയറിയിട്ട് യൂണിയനിൽ എത്തിയപ്പോൾ വൻ തിരക്കായിരുന്നു. ഞാൻ ആലോചിച്ചു ഇവർക്കൊന്നും ഓഫീസ് ടൈമിംഗ് ഒന്നും ഇല്ലേ എന്നുള്ളത്. എന്റെ ഭാഗത്തിന് എനിക്കൊരു MT ട്രെയിനും കിട്ടിയിട്ടാ. അങ്ങനെ മഞ്ഞ് മൂടിയ ഷേഖ് സൈദ് റോഡ്. ഇനി ഇതൊക്കെ കാണണമെങ്കിലേ അടുത്ത സീസൺ ആവണം. അപ്പൊ മഞ്ഞുകാലം മാറി, ഇനി അങ്ങോട്ട് വിയർപ്പിന്റെ കാലമാണ്. അങ്ങനെ ഷേഖ് സൈദ് റോഡിന്റെ ഭംഗിയെല്ലാം കണ്ട് താഴത്തുനിന്ന് കോഫിയൊക്കെ വാങ്ങിച്ച് ഓഫീസിൽ ചെന്നപ്പോഴേ എല്ലാവരും എന്നെ ഒരു നോട്ടം, എന്താടാ ലേറ്റ് ആയി എന്നുള്ളത്. ഞാനത് മൈൻഡ് ആക്കാൻ പോയില്ല. എന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ, രാവിലെ ഞാൻ എത്ര ലേറ്റ് ആയിട്ട് വന്നാലും വൈകുന്നേരം കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങൂട്ടാ. മെട്രോയിലത്തെ സ്ഥിരം കാഴ്ചയാണ് ഇത്. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയണില്ല കേട്ടോ. അങ്ങനെ സൂര്യാസ്തമയൊക്കെ കണ്ടിട്ട് ഞാൻ ദഫ്സയിലെത്തി. ഒരു ബൺമസ്കിൻ ചായയും കഴിച്ച്. ഇത് എവിടുന്നാന്ന് ഞാൻ പറയില്ല, അറിയണവർ കമന്റ് ചെയ്തോ. അങ്ങനെ റൂമിൽ പോണ വഴിക്ക് ചെറിയൊരു ഹോട്ട് വീൽസ് കൂടെ ഞാൻ വാങ്ങിച്ചു. ഇനിയിപ്പോ ഇത് വെക്കാൻ സ്ഥലം കണ്ടുപിടിക്കണം. റൂമിലെത്തി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചു. എനിക്ക് ചോറിന് മുമ്പ് എന്തെങ്കിലും സിനിമ വെച്ചില്ലെങ്കിൽ ചോറ് ഇറങ്ങില്ല. അങ്ങനെ എന്റെ കുഞ്ഞു ഹോട്ട് വീൽ ഗ്യാരേജിലേക്ക് ഞാൻ ഒരു പുതിയ BMW കൂടെ ഇറക്കിട്ടാ. നല്ല കിളിപ്പച്ച കളറിലുള്ള ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കിടില ഫിനിഷ്. ഓൾറെഡി എൻ്റെ ഒരു BMW ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഈ കളർ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അങ്ങനെ അവനെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? കാണാൻ അടിപൊളിയല്ലേ? അപ്പോൾ ഇത്ര അധികം കാറുകൾ എൻ്റെ ഉണ്ട് കേട്ടോ. അടുത്തത് ഇനി ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാരേജും കൂടെ പണിയാണെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ പിന്നെ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.